ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിങ്ങോ അതോ നമ്മുടെ ഡേ മൈ ലൈഫായിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. നമ്മുടെ ചെറിയൊരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അതായത് ഞാനൊരു ചുരിദാർ കട്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, സ്ലീവ് തടിയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ചുരിദാറിന് സ്ലീവ് വെട്ടുമല്ലോ, കൈ അത് വെട്ടുമ്പോൾ 2.5 മീറ്റർ തുണിയൊക്കെ നമ്മളിങ്ങനെ ചുരിദാർ സെറ്റായിട്ട് എടുക്കുമല്ലോ നമ്മൾ ഷോപ്പിൽ പോയിട്ട്. അപ്പോൾ അതൊക്കെ 2.5 മീറ്ററൊക്കെ തുണി ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നല്ല തടിയുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് കൈക്ക് തുണി തികയാതെ ഇതേപോലെ സൈഡ് പീസാവും നമുക്ക് കിട്ടുക, നമ്മുടെ ബോഡിയുടെ അളവ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് നമുക്ക് കൈക്ക് തികയാറില്ല എല്ലാവർക്കും അല്ലേ. ഹാഫൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടും, 3/4 ആണെങ്കിൽ കിട്ടാറില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്തിട്ട് കൈ വെട്ടുന്നത് എന്നുള്ളതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ ഞാൻ കാണിച്ചു തരാം, എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഞാനത് കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ സൈഡിൽ നിന്ന് കിട്ടുന്ന പീസ് ഉണ്ടല്ലോ, അതിപ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിൻ്റെ സൈഡ്, ഞാൻ കൈ വെച്ച സൈഡ് 4 പീസ് ഓപ്പൺ ആണ് കേട്ടോ. കാരണം അത് നമ്മുടെ തേരുവശം സൈഡ് ഭാഗമായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചിട്ടതാണ് കേട്ടോ നമ്മൾ ചുരിദാർ കട്ട് ചെയ്തതിൻ്റെ ബാക്കി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് എന്ത് ചെയ്യണം, ചുരിദാറിൻ്റെ അളവിൻ്റെ സ്ലീവ് ഉണ്ടല്ലോ, അത് ഇതിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് അളവൊന്ന് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനൊന്ന് കറക്റ്റാക്കിയിട്ട് ആ കട്ട് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ ആ മൂലയൊക്കെ കറക്റ്റാക്കിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ സ്ലീവ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ കൈക്കുഴി ഉണ്ടല്ലോ ചുരിദാറിൻ്റെ, അത് കറക്റ്റ് ചെയ്തിട്ട് അതിനേക്കാളും ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക, തുണിനേക്കാളും ഒന്ന് താഴ്ത്തിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കുക. അതേപോലെ ആ സൈഡ് ഭാഗം ഞാൻ വിരൽ വെച്ച ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനാക്കിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. കാരണം നമ്മളവിടെ ജോയിൻറ്റ് ചെയ്യണം, കാരണം 4 പീസാണ്. അപ്പോൾ 2 പീസ് നമുക്ക് ഓരോ കൈക്കും കിട്ടണം. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് 1/2 ഇഞ്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ കട്ടിങ് ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് എത്രത്തോളം വേണമെന്നുള്ളത് നമുക്ക് നോക്കുക, എന്നിട്ട് കറക്റ്റാക്കിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് താഴ്വശത്തേക്ക് നമുക്ക് ഇതിൻ്റെ സ്ലീവ് മടക്കിയെടുക്കാനായിട്ട് ഞാൻ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കൈ മടക്കിയെടുക്കാനായിട്ടും പിന്നെ മുകളിൽ നമ്മൾ ഒരു 1/2 ഇഞ്ചോളം നമുക്ക് പോകുമല്ലോ, അതിനൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ 1.5 ഇഞ്ചോളം താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ടിട്ടുള്ളത്. അതിപ്പോൾ ജസ്റ്റ് ഒരു മാർക്ക് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മളിത് ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് സ്ലീവ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ ഞാനൊരു 1.5 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 1.5 ഇഞ്ച് കറക്റ്റ് മതി, കാരണം നമുക്ക് താഴത്തു നിന്നുള്ള ബാക്കി ഭാഗം വേണം നമുക്കിത് ജോയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാടൊന്നും നമ്മൾ വെട്ടി വേസ്റ്റ് ആക്കരുത് കേട്ടോ, കറക്റ്റായിട്ട് തന്നെ നമുക്ക് വെട്ടിയെടുക്കണം. ഇനി നമുക്ക് ഈ താഴത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഇവിടെ സൈഡിലേക്ക് ജോയിൻറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ 4 പീസ് ഉണ്ട്, നമ്മൾ 4 ആക്കിയിട്ടാണല്ലോ ആ സൈഡ് പീസ് മടക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. അതാണ് കേട്ടോ, താഴത്തുനിന്ന് നമുക്ക് 4 പീസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് മാറ്റിയിട്ട് നമുക്കത് ജോയിൻറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശം നമുക്ക് ഫോൾഡായിട്ടാണ് ഇരിക്കുന്നത്, അതൊന്ന് പൊളിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ കൈക്കുഴി നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് നേരെ സ്ട്രൈറ്റായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. കാരണം അവിടെ നമുക്ക് ഷേപ്പല്ലല്ലോ, അപ്പം നമുക്ക് അടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്യാനായിട്ടൊക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ മാർക്ക് ചെയ്ത ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും സ്ലീവിന് നമുക്ക് നെക്ക് തയ്ക്കാനൊക്കെ നമുക്ക് ഈ സ്ലീവ് കട്ട് ചെയ്തതിൻ്റെ ബാലൻസാണ് നമുക്ക് ചുരിദാറൊക്കെ വെട്ടുമ്പോഴൊക്കെ കിട്ടാറ്. അപ്പോൾ അതൊന്നും നമ്മൾ കളയരുത് കേട്ടോ, അപ്പോൾ നമുക്ക് ആവശ്യം വരും. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ താഴത്തുനിന്ന് വെട്ടിയ പീസ് ഉണ്ടല്ലോ, നേരെ ഇതിനോട് ജോയിൻറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല സ്ട്രൈറ്റ്, വളവും ചെരിവൊന്നും ഇല്ലാതെ നല്ലൊരു പീസായിരിക്കും താഴത്തുനിന്നുള്ളത്. അപ്പോൾ ഇതേപോലെ ഞാൻ നേരെ ആ പീസും കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുകൾ ഭാഗം അങ്ങനെ ഫോൾഡായിരിക്കും നമ്മൾ ആദ്യം മടക്കിയ ഭാഗത്തുണ്ടാവുക, അത് ഞാനിതേപോലെ ഒന്ന് പൊളിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് 4 പീസാക്കിയിട്ട് കിട്ടും. അപ്പം മറ്റതും 4 പീസായിട്ടുണ്ട്. ഈ രണ്ടാമത് കട്ട് ചെയ്തതും ആദ്യം കട്ട് ചെയ്തതും 4 പീസാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം, 2 പീസും കൂടിയിട്ട്. ഇപ്പോൾ താഴത്തേക്ക് നമുക്ക് ഇത്രയും ബാലൻസ് ഉണ്ട് കേട്ടോ. നമ്മളെ ആ ചെറിയ പീസാണ് നമ്മളുടെ കറക്റ്റ് അളവ്.
നമ്മൾ സ്ലീവിൻ്റെ കേട്ടോ കണ്ടില്ലേ. അപ്പോൾ ചെറിയ പീസാണ് നമ്മൾ കറക്റ്റ് അളവ്, അല്ലെങ്കിൽ കൂടെ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ മടക്കി തയ്ക്കാനായിട്ടുള്ള പീസും മാറ്റിയിട്ടിട്ടുണ്ട്. സൈഡ് ഭാഗത്ത് ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനും മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/2 ഇഞ്ച് നമുക്ക് ജോയിൻറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പീസിലും വേണം നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് തുണി വെട്ടിക്കളയുമ്പോൾ. ഇപ്പോൾ നമ്മൾ 4 പീസും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 പീസായിട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് 2 പീസ് നേരെ നമ്മൾ അതിൻ്റെ തേരുവശം ഉണ്ടല്ലോ അതിൽ കൂടെ നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ സ്കെയിൽ കൊണ്ട് കാണിക്കുന്ന ആ സൈഡിൽ 2 സൈഡ് നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്കൊന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂചിയുടെ നൂലുണ്ടല്ലോ, സൂചിമുള്ള നൂല് അതൊന്ന് നീട്ടി വലിച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് നൂല് പൊട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പീസും ഇതേപോലെ തന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഒപ്പാക്കി വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവാണ്, തടിയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പിന്നിപ്പോരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിൻ്റെ നല്ല വശം ഒന്ന് നിവർത്തി വെച്ചിട്ട് നല്ല വശത്ത് കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളെ ജോയിൻറ്റ് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കൈക്ക് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ പതിച്ചടിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പം ഞാൻ 2 പീസ് അതേപോലെ തന്നെ ഞാൻ പതിച്ചടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്യാനായിട്ട് ഒരു പണിയില്ല കേട്ടോ. നല്ല തടിയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ 2.5 മീറ്ററിൻ്റെ ചുരിദാർ ക്ലോത്തൊക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്താൽ മതി. നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ 3 മീറ്ററൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് തടിയുള്ളവർക്കൊക്കെ നമുക്ക് 3/4 ഫുൾ സ്ലീവൊക്കെ തയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 പീസ് ഞാൻ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിയിൽ നിന്ന് വെട്ടിയിട്ടുള്ളൊരു 4 പീസ് ഉണ്ടല്ലോ, താഴത്തെ ഭാഗത്ത് നമ്മൾ ജോയിൻറ്റ് ചെയ്യാനായിട്ട് ആ 4 പീസിൽ നിന്ന് 2 പീസ് എടുക്കുക, 2 പീസ് മാറ്റി വെക്കുക കേട്ടോ. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 2 എണ്ണം ജോയിൻറ്റ് ചെയ്തല്ലോ, 2 പീസായിട്ട്. അപ്പോൾ ഈ താഴത്തുനിന്ന് വെട്ടിയിൽ നിന്ന് 2 എണ്ണം ഇതിലേക്കും 2 എണ്ണം നമ്മൾ ജോയിൻറ്റ് ചെയ്ത വേറെ ഒന്നിലേക്കും മാറ്റി വെച്ചിട്ട് അതേപോലെ തന്നെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പം 4 എണ്ണം ഒരെണ്ണം ജോയിൻറ്റ് ചെയ്യുക, 4 എണ്ണം ഒരെണ്ണം ജോയിൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു കൈക്ക് 4 ജോയിൻറ്റും ഒരു കൈക്ക് 4 ജോയിൻറ്റും അങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരെണ്ണം ഞാൻ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ കൈക്ക് അത്യാവശ്യം വീതി കിട്ടിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ചുരിദാറിൻ്റെ സ്ലീവ് ഒന്ന് വെച്ച് നോക്കുകയാണ് വണ്ണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ സ്ലീവിനേക്കാളും എനിക്ക് ഒരു 1 ഇഞ്ചോളം വണ്ണം കുറക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഇത് മടക്കിയിട്ടിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് അത്യാവശ്യം വീതി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ലീവിന്. ഇനി നമുക്കതൊന്ന് വെച്ചുകൊണ്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. താഴ്വശമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് കയറ്റിറക്കൊക്കെ ഉണ്ടാവും ജോയിൻറ്റ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കൈയിൻ്റെ ഇറക്കത്തിൻ്റെ അളവ് നോക്കുക. എന്നിട്ട് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ തയ്യൽ തുമ്പ് നമുക്ക് സൈഡിലേക്ക് മാറ്റി കൊടുക്കണം. എന്നതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ സ്ലീവ്. അപ്പോൾ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്ലീവിൻ്റെ അളവ് മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവ് എനിക്ക് 1 ഇഞ്ച് വണ്ണം കുറക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തത്. അപ്പോൾ വണ്ണം കുറവുള്ളവർക്ക് അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര പണിയുള്ളൂ നമുക്ക് ജോയിൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്ലീവിന് കേട്ടോ. അപ്പോൾ തടിയുള്ള ആൾക്കാരൊന്നും വിഷമിക്കണ്ട, നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ട് സ്ലീവ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. 4 പീസ് ഒരു സ്ലീവിനും 4 പീസ് ഒരു സ്ലീവിനും അങ്ങനെയാണ് ഇപ്പോൾ ഇതിന് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്നുള്ള പീസൊക്കെ കട്ട് ചെയ്തിട്ട് സെൻറ്ററിലൊരു വെട്ട് കൊടുക്കുക കേട്ടോ. വെട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സെൻറ്ററിലൊരു ജോയിൻറ്റ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ചുരിദാറിൻ്റെ ബോഡി ഭാഗത്തൊക്കെ ഞാൻ ആ സ്ലീവ് വെച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇത്ര പണിയുള്ളൂ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.